രാവിലെ തന്നെ അച്ചു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട്. ഹലോ, എന്താണ്? എപ്പോൾ എണീറ്റു എന്ന്? രാവിലെ ഉറക്കമൊക്കെ എണീറ്റതാ. ആശാൻ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ കുരുമുളക് പറിക്കാനുള്ള പരിപാടിയിലാണ്. അച്ചു പറഞ്ഞുണ്ടാ കുരുമുളക് പറിക്കേ? വാ 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 കുരുമുളക് പറിക്കാൻ പോവാം. എന്താ വാ വാ കുരുമുളക് പറിക്കാൻ പോവാം. വാ വാടാ. അച്ഛനെ വിളിച്ചിട്ട് വരണില്ല. വാടേ. ഹായ് ഫ്രണ്ട്സ്, XODBസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റത് കുരുമുളക് പറിക്കാനുള്ള പരിപാടിയിലാണ്. ഇന്നലെ രാത്രി മെനിഞ്ഞാന്ന് രാത്രി കുരുമുളക് പറിച്ചു. രാത്രി ഇല്ല, വൈകുന്നേരമാണ് കുരുമുളക് പറിച്ചത്. അപ്പോൾ അന്നേരം കുറച്ച് ഇരുട്ടായി പോയിട്ട് പിന്നെ ബാക്കി പറിക്കാൻ വിട്ടുപോയി. അതിൻ്റെ ബാലൻസ് നമുക്ക് പറിച്ചിട്ട് വരാം. ഇന്നലെ രാത്രി കണ്ടില്ലേ, ഇവിടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുരുമുളക് പടർത്തി വിട്ടിട്ടുണ്ട്. 1 2 3 മരത്തിൽ പടർത്തി വിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ അവിടെ 2 മരത്തിലുണ്ട്. പിന്നെ ഇവിടെ ചുമരിലൊക്കെ പടർത്തി വിട്ടിട്ടുണ്ടോ മതിലൊക്കെ. ഇത് മൊത്തം കുരുമുളകാണ്. അവിടെ ഉള്ളതൊക്കെ പറിച്ചു, താഴെ ഉള്ളതൊക്കെ പറിച്ചു. ഈ 2 മരത്തിലുള്ളതും പറിച്ചു. ഇതാ ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ മരത്തിൽ ഇത് കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ കയറി ഒന്ന് പറിക്കണം. ഇത് മെനിഞ്ഞാന്ന് ഞാൻ പറിച്ചുകൊണ്ടിരുന്ന സമയത്ത് സന്ധ്യ ആയപ്പോഴത്തേക്കും നല്ല ഇരുട്ട് വീണു. പിന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇതാ ഏണി വെച്ച് കയറിയാണ് പറിക്കണത്. ഞാനൊരു കവറും കൂടെ എടുത്തിട്ടുണ്ട്. എന്നാലും ഏണിയിൽ കൂടെ കയറി മേളിലേക്ക് പോവാം. അയ്യോ, കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പമുള്ള കുരുമുളക് തന്നെയാണ് കേട്ടോ. പക്ഷെ ചിലതിലൊന്നും കുരുമുളക് ഇതുവരെ കണ്ടില്ലേ, ഒരു തണ്ടിൽ 1 2 കുരുമുളകൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ വീട്ടിലുള്ള ആവശ്യത്തിനുള്ള കുരുമുളകൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇതുപോലെ മരത്തിലൊക്കെ പടർത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോളും. ഒരുപാട് പൊക്കത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണ കുരുമുളക് പറിക്കാൻ പോകുമ്പോഴും അത് ഇളക്കി ഒടിച്ച് അല്ലെങ്കിൽ താഴേക്ക് ഇളക്കി ഇട്ടാൽ മതി. നമ്മളെ ഹൈറ്റ് നമുക്ക് ഏണി വെച്ച് കയറി പറിക്കാൻ പാകത്തിനുള്ള ഹൈറ്റിന് മാത്രം നിർത്തിയിരുന്നാൽ മതി. ഒരുപാട് ഹൈറ്റിലേക്ക് അപ്പോൾ പോവില്ല. കണ്ടില്ല, ഇത് ഭയങ്കര ഹൈറ്റാണ്. ഏണി ഇവിടെ വരെ ഉള്ളൂ. ഞാൻ കയറി നിൽക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിരിക്കും, വേറെ കുഴപ്പമില്ല. ഒന്നുകൂടെ മേളിലേക്ക് കയറാം. കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ മൊത്തം കുരുമുളക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പാകത്തിന്. കണ്ടില്ലേ, ഇതാ ഇവിടെ മൊത്തം കുരുമുളക് വെക്കുന്നുണ്ട്. ഇത് മൊത്തം നമുക്ക് പറിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. എന്താ അല്ല, ഓരോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഏണി മാറ്റി മറിച്ചൊക്കെ വെച്ചിട്ടാണ് ഞാൻ കയറുന്നത്. ഇവിടെ ആണെങ്കിൽ കുറച്ച് സ്ലോപ്പാണ്, അപ്പോൾ കയറാനായിട്ട് ഇച്ചിരി പാടാണ്. കണ്ടില്ലേ, ഇതുപോലെ ഈ 2 മരത്തിലുള്ളത് മൊത്തം പറിച്ചിട്ട് ഞാൻ കുരുമുളകിൻ്റെ കണ്ടില്ലേ ഹൈറ്റൊക്കെ ഇളക്കി താഴേക്ക് ഇട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ മേളിൽ ഇങ്ങനെ കയറി പോവും. ഇത് 2ലും പറിച്ച് കംപ്ലീറ്റ് ആക്കി. ഇനി ഇതും കൂടെ ഉള്ളൂ പെൻഡിങ്. ഇതും കൂടെ എത്രയും പെട്ടെന്ന് പറിച്ചെടുക്കട്ടെ. കേട്ടോ, കവർ ഞാൻ കയ്യിലാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. ഓരോ തവണ എടുത്ത് അതിനകത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഫോണും കൂടെ കയ്യിലുള്ളതുകൊണ്ടാണ് ഇച്ചിരി പാടാണ്. ഇതിപ്പോൾ പറിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇതിങ്ങനെ ഇവിടെ നിന്ന് ഉണങ്ങി ഇല്ലാതായി താഴേക്ക് വീഴുന്നു പോവും. വെറുതെ എന്തിനാ കളയണേ? നല്ല കുരുമുളക് കേട്ടോ. ഇത് കണ്ടോ, ഈ പോണുണ്ടോ, രാവിലെ ഉണ്ടോ, എവിടെയോ കിടന്ന് കറങ്ങിയാണ് രാവിലെ. ആശ നിൽക്കുന്നുണ്ടോ? ഇവിടെ ഹലോ. പലരും പറയാറുണ്ട് കുരുമുളക് പറിക്കുന്ന കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ല രസമാണ് കേട്ടോ. അടിപൊളിയാണ് കുരുമുളക് ഇങ്ങനെ നുള്ളി എടുക്കാൻ. പക്ഷെ കുറച്ച് സമയം എടുക്കും കേട്ടോ. സമയം എടുക്കുന്ന പണിയാണ്.
സമയം എടുത്ത് തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ ഗൈസ് നമ്മളത് അങ്ങനെ കുരുമുളക് പറിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു കവർ കണ്ട് ഇത്രയും ആയിട്ടുണ്ട്. ഇനിയും ഒരുപാട് നിൽക്കുന്നുണ്ട്. നല്ല സമയം എടുക്കും. ഇപ്പോൾ തന്നെ അരമണിക്കൂറിന് മേലെ ഞാനിപ്പോൾ പറിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഏണിയൊക്കെ താഴെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ നല്ല ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ പടർത്തി വിട്ടേക്കുന്നത് പെരുമരത്തിലാണ്. ഇത് പെരുമരമാണ് പടർത്തി വിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടുത്തുള്ള മരം ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാഗണിയിലാണ്. അതുപോലെ തന്നെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലിതുപോലെ വലിയൊരു മാവുണ്ട്. അപ്പം മാവിലാണ് കുരുമുളക് പടർത്തി വിട്ടുകൊണ്ടിരുന്നത്. ഒരൊറ്റ ചെടിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാവിലിങ്ങനെ ചുറ്റിപ്പണങ്ങ് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ പണ്ട് തൊട്ട് വിചാരിച്ച് വെച്ചേക്കുന്നത് ഈ കുരുമുളക് എന്ന് പറയുന്നത് വലിയൊരു മരമാണ്. ഈ മാവാണെന്ന് എനിക്കറിയില്ലായിരുന്നു പണ്ട്. അപ്പം കുരുമുളക് ഇത്രയും വലിപ്പമുള്ളൊരു മരമായിരിക്കും കുരുമുളക് എന്ന് പിന്നീടാണ് മനസ്സിലായത് അത് ചെറിയൊരു ചെടിയാണ്. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന്. അപ്പോൾ ചെറുതിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ടുണ്ടാവും. അറിവില്ലായ്മ കൊണ്ടാണ്. പിന്നീട് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. ഇതാ കണ്ടില്ലേ, ഞാനിനി ചെയ്യാൻ പോണത് ഈ ഒരു ഇവിടം മുതൽ മേളിലേക്കുള്ള ഭാഗം. ഇത്രയും കുറച്ചേ ഉള്ളൂ. അത്രയും മേളിലേക്ക് ഇനി കയറിപ്പോയി കഴിഞ്ഞാൽ ഇനി പറിക്കാൻ പാടാണ്. അപ്പോൾ അത്രയും നമ്മൾ താഴേക്ക് ഒടിച്ചങ്ങിടും. കാരണം ഇവിടെ നിന്നുകൊണ്ട് പറിക്കാനും എത്തില്ല, മരത്തിൽ കയറാനും പറ്റില്ല. അപ്പോൾ ഏണിയിൽ ഇനി അങ്ങോട്ട് മേളിലേക്ക് കയറാൻ സ്ഥലം കണ്ടില്ലേ. ഏണി ഇതാ ഇവിടെയാണ് ഇരിക്കണത്. ഞാൻ ഇത്രയും ഹൈറ്റിലാണ് നിൽക്കണത്. ഏണിയുടെ ലാസ്റ്റ് പടിയിലാണ് നിൽക്കണത്. ഇനി മേളിലേക്ക് കയറാനും പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള മേളിലേക്ക് കയറുന്ന പോർഷൻ ഞാൻ ഒടിച്ച് താഴേക്കിടും. ഇത് ഒരുപാട് ഒടിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് കേടായതുകൊണ്ട് ഞാൻ ഇത്രയും ഒടിച്ചില്ല. എല്ലാം കൂടെ ഇളക്കി താഴേക്ക് പറിക്കാൻ പാകത്തിന് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം എല്ലാം കയ്യെത്തുന്ന ദൂരത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഇത്രയും പറിച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങ് താഴേക്ക് നീക്കിയിട്ടാൽ മതി. ഒടിക്കണ്ട, ഇതുപോലെ ഒടിച്ച് നിർത്തണ്ട. താഴേക്ക് ഇളക്കി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മേളിലേക്ക് കയറില്ല. എങ്ങനെയുണ്ട് ഐഡിയ? കണ്ടില്ലേ, ഏറ്റവും മേളിലേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് നല്ല വലിപ്പമുള്ള കുരുമുളക്, നല്ല വലിയ തണ്ട്, നല്ല നീളത്തിലുള്ള തണ്ടൊക്കെ മേളിലാണ് കേട്ടോ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മേളത്തെ കൊണ്ടുകളൊന്നും ഒടിച്ച് കളയാത്തത്. കുറച്ചൊക്കെ ഒടിച്ച് മാറ്റി. പക്ഷേ ഇതൊക്കെ ഒടിച്ച് കളയാൻ തോന്നിയില്ല. കാരണം വെച്ചാൽ ഇത് ഒടിച്ച് കളയാൻ എളുപ്പമാണ്. പക്ഷേ പഴയതുപോലെ വീണ്ടും അത് വളർത്തിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നശിപ്പിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ കുരുമുളകൊക്കെ നമ്മൾ പറിച്ചു കഴിഞ്ഞു. കണ്ടില്ലേ, ഈ വള്ളി കാണിച്ചു തരാം. ഒന്നതാ ഈ മരത്തിൽ കണ്ടില്ലേ, ഈ ഒരു വള്ളി കണ്ടില്ലേ, ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. അതിൻ്റെ ബാലൻസ് ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളാണ്. പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബോഞ്ചിക്ക. മറ്റു നാട്ടിലൊക്കെ എന്താ അതിന് പേര് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മളെ കുരുമുളകെല്ലാം പറിച്ച് കഴിഞ്ഞു ഗൈസ്. കണ്ടില്ലേ, ഇപ്പം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇന്നിതാ ബാലൻസ് കുരുമുളകെല്ലാം തീർന്നു. ഇനി പറിക്കാനൊന്നും ബാക്കിയില്ല. നമ്മൾ പറിച്ച് വെച്ച കുരുമുളക് ഇതായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറിച്ചത് ഗൈസ്. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കുരുമുളക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കവറ് നിറച്ചുണ്ട്. ഇനി ഇത് നമുക്ക് കൊണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അടാതെ നിനക്ക് വേണോ? എരിവാണ്, നീ തിന്നോ? മാലൊന്നും ആട്ടണ്ട, എരിവില്ല. കുതിര പോവാം, ബാ ഓടിക്കോ. കണ്ട രാവിലത്തെ സ്ഥിരം പരിപാടി ഇതാണ് അവൻ്റെ ഓട്ടം. എന്തേ? ഓടിക്കോ. ഇതും കൊണ്ട് വെക്കോളോ? കുരുമുളക് ഉണക്കാൻ പോണ്ടേ, വാ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ മെനഞ്ഞാന്ന് പറിച്ച് വെച്ചിരുന്ന കുരുമുളകാണിത്. അപ്പോൾ ഇത് മുറത്തിരുതാ തെറ്റി വെച്ചേക്കണാണ്. ഇപ്പോൾ കിട്ടിയതും കൂടെ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരൊറ്റ മരത്തിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇത്രയും പറിച്ചത്. കണ്ടില്ലേ, ഈ കുരുമുളകിനൊക്കെ വളമൊക്കെ വയ്ക്കുന്നത് അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്നതും പരിപാലിക്കുന്നതൊന്നും ഞാനൊന്നും അല്ല, അമ്മയാണ് ഇവിടെ. നമ്മൾ നശിപ്പിക്കാതെ, ഇതിന് ഒരുപാട് വളങ്ങളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ നശിപ്പിക്കാതെ വേണ്ട രീതിക്ക് പരിപാലിച്ച് കൊടുത്താൽ മാത്രം മതി. ഒന്ന് കെയർ കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, നമുക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ള കുരുമുളക് ഇതുപോലെ കിട്ടും. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഇതിന് ഈ തണ്ടൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ആയിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, ഒരു തണ്ടിലൊക്കെ 2, 3, 4 ഒക്കെ ഉള്ളൂ. ചിലതിലൊന്നും ഒന്നുമില്ല, തീരെ ഇല്ല. കണ്ടില്ലേ,
ഇതുപോലുള്ളതൊക്കെ ഉണ്ട്. തണ്ടാണ് കൂടുതൽ കിടക്കുന്നത്. ഉണങ്ങി വരുമ്പോഴത്തേക്കും ഇതിന്റെ 4 ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ പറിച്ചതാണ്. ഒരു ദിവസം ഉണക്കിയാൽ തന്നെ അത് പകുതിയായി. കൂടുതലും തണ്ടാണ്. മുളക് കുറച്ചേ ഉള്ളൂ. ഇത് പിന്നെ കുഴപ്പമില്ല എന്ന് പറയാം. നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് പുറമേ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നില്ല. അതാണ് ഉള്ള നേട്ടം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒരു 5 അല്ലെങ്കിൽ 6 ദിവസത്തെ ഉണക്കി തന്നെ നല്ലതുപോലെ ഉണങ്ങി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യാനുസരണം പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്. എന്താണ് രാവിലെ എന്താണ് ബേളം? രാവിലെ എത്ര പേര് വരട്ടിയെന്ന്? രാവിലെ എത്ര പേര് വരട്ടി? ആർക്ക് റോഡിൽ കൂടെ പോണ്ടേ? എല്ലാരും വരട്ടലാണോ നീ? ഇങ്ങോട്ട് നോക്ക്, എന്നെ വരട്ടോ? എന്താണ് കൈയൊക്കെ എടുത്ത് തരുന്നു? എന്ത് പറ്റി? ഞാൻ പോണ്ടേ? അയ്യോ, അതേ കിടക്കും. എവിടെ?